ഹായ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി കണവ നിറച്ചത്. ഇത് തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ക്ലീൻ ചെയ്ത കണവ, സവാള ചെറുതായി അരിഞ്ഞത്, തേങ്ങ ചിരകിയത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മുട്ടയുടെ വെള്ള, മൈദ. ആദ്യം നമുക്ക് കണവയ്ക്കുള്ളിൽ നിറയ്ക്കാനായുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. ഇതിനായി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം ചെറുതായി ചോപ്പ് ചെയ്ത് വെളുത്തുള്ളി ചേർക്കുക. ഏകദേശം 12 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർക്കുക. നന്നായി വഴറ്റുക. വെളുത്തുള്ളി ഒന്ന് വാടി തുടങ്ങുമ്പോഴേക്കും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വളരെ ചെറുതായി ചോപ്പ് ചെയ്ത മീഡിയം സൈസ് സവാള 2 എണ്ണം ചേർക്കാം. അല്പം ഉപ്പ് ചേർത്ത് സവാള നന്നായി വഴറ്റുക. സവാള നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർക്കാം. 1 കപ്പ് ചിരകിയ തേങ്ങയാണ് ഞാൻ ചേർത്തത്. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലകളുടെ പച്ചമണം മാറിയതിനു ശേഷം ചോപ്പ് ചെയ്ത മല്ലിയില ചേർക്കാം. കണവയ്ക്കുള്ളിൽ നിറയ്ക്കാനുള്ള ഫില്ലിംഗ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണവ ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ ഇനി നമുക്ക് തയ്യാറാക്കാം. ഇതിനു വേണ്ടി മുട്ടയുടെ വെള്ള അടിച്ചെടുക്കുക. 2 ടേബിൾ സ്പൂൺ മൈദാമാവ് ഇതിലേക്ക് ചേർക്കാം. അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കണവ മുക്കിപ്പൊരിക്കാനുള്ള ബാറ്റർ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കണവയുടെ ഉള്ളിൽ ഫില്ല് ചെയ്യാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് അല്പം ഇതുപോലെ കയ്യിലെടുത്ത് ഫില്ല് ചെയ്യുക. സ്പൂൺ ഉപയോഗിക്കുന്നതിലും നല്ലത് കൈകൊണ്ട് ഇങ്ങനെ ഫില്ല് ചെയ്യുന്നതാണ്. ഫില്ലിങ്സ് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കുക. കണവയുടെ 1/4 ഭാഗവും ഫില്ല് ചെയ്തതിന് ശേഷം ഈർക്കിലോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഉപയോഗിച്ച് ഇതുപോലെ ലോക്ക് ചെയ്യാം.
ഞാൻ 5 കണവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോന്നെടുത്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ മുക്കാം. കണവയുടെ എല്ലാ സൈഡും ബാറ്റർ നന്നായി പൊതിയണം. നിങ്ങൾക്ക് മുക്കിയെടുത്ത ഉടനെ തന്നെ ഫ്രൈ ചെയ്യുകയോ അല്ലെങ്കിൽ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്യുകയോ ചെയ്യാം. കണവ ഫ്രൈ ചെയ്യാൻ വേണ്ടി ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം കണവ നിറച്ചത് ഓരോന്നായി ചേർക്കാം. കണവ എല്ലാം ചേർത്തതിന് ശേഷം മൂടി വെച്ച് ഫ്രൈ ചെയ്യുക, അല്ലെങ്കിൽ കണവ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഇടയ്ക്ക് മൂടി തുറന്ന് കണവ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുത്ത് എല്ലാ വശവും നന്നായി മുരിച്ചെടുക്കുക. കണവയുടെ എല്ലാ സൈഡും നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വളരെ രുചികരമായ കണവ നിറച്ചത് തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.